ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി ഇടുക. പിന്നെ ഒരു ചെറിയ പീസ് തക്കാളി, ചെറിയ പീസ് ഉള്ളി, നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്, പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും, പിന്നെ ഒരു 3-4 വറ്റൽ മുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് വരാം. അതൊക്കെ ഞാൻ അരച്ച് വന്നിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് അരച്ചിട്ട് അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഗാർലിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പേസ്റ്റ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പാട്ട് മിസ്സായിപ്പോയി മൈദ ഇടുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് ഒരു 5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടിയാണ്, അതായത് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനതിൽ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡറാണ് കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങളുടെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ കളർ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം 1 ഹവറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 1 ഹവർ മതി. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ച് ഞാൻ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ചൂടായതിന് ശേഷം അതിലോട്ട് പച്ചമുളകും കരിവേപ്പിലയും കൂടെയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ഒരു സ്മെല്ലും ഭയങ്കര ഒരു ഫ്ലേവറുമാണ് നമ്മളെ ചിക്കന് കിട്ടുക കേട്ടോ, ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഓയിലിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് മസ്റ്റായിട്ടൊന്ന് ചെയ്യുക. പിന്നെ ഇതാ എല്ലാ ചിക്കനും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ മൈദ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. നന്നായിട്ട് ആ ഒരു പൊടികളൊക്കെ കുക്കാവണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഫസ്റ്റ് ഈ ചിക്കൻ ഇടുന്ന ടൈമിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഇടാൻ. ഒരു 2 to 3 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ കിടന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ഒരു 2 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ട് പിന്നെ അത് മീഡിയം ഫ്ലെയിമിലോട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടോ ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഫ്രൈ, തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.